നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇന്നത്തെ ഹർത്താൽ ദിവസം നിങ്ങളുടെ ട്രേഡിംഗ് അനുഭവങ്ങൾ താഴെ കമന്റിൽ എഴുതുക. നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്തോ അതോ മാറി നിന്നോ? ഇന്നത്തെ മാർക്കറ്റ് വീഴ്ചയിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ചയിലാണോ ക്ലോസ് ചെയ്തത്, അല്ലെങ്കിൽ ലോസിലാണോ? വിപണിയിൽ ഇന്ന് നല്ല ഒരു വീഴ്ചയാണ് കണ്ടത്. സെൻസെക്സ് 550 പോയിന്റിലധികം ഇടിഞ്ഞു. 25,850 താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത IT ഭീമനായ TCSനെ കുറിച്ചാണ്. TCS ഇന്നലെ SBI മറികടന്നതിന് പിന്നാലെ ഇന്ന് ICICI ബാങ്കും TCSനെ വിപണി മൂല്യത്തിൽ പിന്നിലാക്കി. TCSന്റെ മൂല്യം 10 ലക്ഷം കോടിക്ക് താഴേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ അദാനി പവർ ആണവ നിലയങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്ന വലിയ വാർത്തയും HAL, ലെൻസ്കാർട്ട് എന്നിവയുടെ ഗംഭീര റിസൾട്ടുകളും HULന്റെ വൻ ലാഭ ഇടിവും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. കൂടാതെ അമേരിക്കയിലേക്കുള്ള തുണി കയറ്റുമതിക്ക് നികുതിയുണ്ടാവില്ല എന്ന പീയൂഷ് ഗോയലിന്റെ പ്രഖ്യാപനവും നമുക്ക് നോക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ തകർച്ചയും IT സെക്ടറിലെ പ്രതിസന്ധിയും നോക്കാം. സെൻസെക്സ് 550 പോയിന്റ് ഇടിഞ്ഞപ്പോൾ IT ഓഹരികളാണ് വില്ലനായത്. 2020 ഡിസംബറിന് ശേഷം ആദ്യമായി TCSന്റെ വിപണി മൂല്യം 10 ലക്ഷം കോടി രൂപയ്ക്ക് താഴേക്ക് പോയി. SBIക്ക് പിന്നാലെ ഇപ്പോൾ ICICI ബാങ്കും TCSനെ മറികടന്നു. AI ഭീഷണിയും വിദേശ ഫണ്ടുകളുടെ വിൽപ്പനയുമാണ് ഇതിന് കാരണം. ഇവിടെ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. TCS, ഇൻഫോസിസ് പോലുള്ള IT ഓഹരികൾ ഇനിയും താഴേക്ക് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു ക്ലാരിറ്റി വരുന്നതുവരെ ആ സെക്ടറിൽ നിന്ന് മാറി നിൽക്കാനാണോ, അതോ ഇതൊരു അവസരമായി കണ്ട് കൂടുതൽ വാങ്ങിക്കൂട്ടാനാണോ നിങ്ങളുടെ തീരുമാനം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാമോ? അടുത്തത് അദാനി യൂറോപ്പിൽ നിന്നുള്ള വമ്പൻ നീക്കമാണ്. ആണവോർജ്ജ മേഖല തുറന്നുകൊടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെ അദാനി പവർ ആണവോർജ്ജ മേഖലയിലേക്ക് കടക്കുന്നു. ഇതിനായി ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ അവർ ഇതിനായി രൂപീകരിച്ചു. ഗ്രീൻ എനർജിക്ക് ശേഷം ന്യൂക്ലിയർ പവറിലേക്കും ചുവടുവെക്കുകയാണ്. ഇന്ത്യ-US വ്യാപാര കരാറിൽ നിന്ന് ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കോട്ടൺ ഗാർമെന്റ്സ് കയറ്റുമതിക്ക് 0 റെസിപ്രോക്കൽ ഡ്യൂട്ടി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സാമ്പത്തിക രംഗത്ത് നിന്ന് മറ്റൊരു പ്രധാന വാർത്ത. ഇന്ത്യയുടെ പണപ്പെരുപ്പം കണക്കാക്കുന്ന CPI ബാസ്ക്കറ്റ് മാറ്റാൻ പോകുന്നു. നിലവിലെ ബേസ് ഇയർ 2012 അത് മാറ്റി 2024 ആക്കും. ജനങ്ങളുടെ ചെലവഴിക്കൽ രീതി മാറിയതുകൊണ്ട് പണപ്പെരുപ്പം കൃത്യമായി അറിയാൻ ഇത് സഹായിക്കും. ഇനി ഇൻഫ്രാസ്ട്രക്ചർ, ഫാർമ വാർത്തകൾ നോക്കാം. സീഗൽ ഇൻഫ്രയ്ക്ക് ബീഹാറിൽ NHAIയുടെ 2160 കോടി രൂപയുടെ റോഡ് നിർമ്മാണ കരാർ ലഭിച്ചു. NDR ഇൻവിറ്റ് ഹൊസൂരിൽ ഒരു വെയർഹൌസ് സ്വന്തമാക്കി. എന്നാൽ ഫാർമ കമ്പനിയായ സൈഡസിന് ഒരു ബാധ്യത വന്നിട്ടുണ്ട്. പേറ്റന്റ് തർക്കം തീർക്കാൻ അവർ ആസ്റ്റലസ് എന്ന കമ്പനിക്ക് $100 മില്യൺ അഥവാ ഏകദേശം 1000 കോടി രൂപ നൽകി സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. അവസാനമായി കമ്പനി റിസൾട്ടുകൾ. HAL 30% ലാഭം നേടി. ഓർഡറുകൾ കൃത്യമായി ഡെലിവറി ചെയ്തതാണ് ഗുണമായത്. കന്നഡ വിൽപ്പനക്കാരായ ലെൻസ്കാർട്ട് വളരെ നല്ല റിസൾട്ടാണ് പുറത്തുവിട്ടത്. അവരുടെ ലാഭം 74 മടങ്ങാണ് വർദ്ധിച്ചത്, 74x. എന്നാൽ FMCG ഭീമനായ HULന് തിരിച്ചടിയാണ്. അവരുടെ ലാഭം 30% ഇടിഞ്ഞ് 2120 കോടി രൂപയായി. ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് കുറഞ്ഞതാകാം കാരണം. ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്തെ പ്രധാന വാർത്തകൾ നോക്കിയാൽ UK സമ്പദ്വ്യവസ്ഥ അഥവാ UK ഇക്കോണമി 4ാം പാദത്തിൽ കേവലം 1% വളർച്ച മാത്രമാണ് നേടിയത്. ചുരുക്കി പറഞ്ഞാൽ IT സെക്ടർ തകരുമ്പോൾ ബാങ്കിങ്ങും ഡിഫൻസും കരുത്താകുന്നു. അദാനിയുടെ ന്യൂക്ലിയർ എൻട്രിയും ടെക്സ്റ്റൈൽ വാർത്തകളും വിപണിക്ക് പ്രതീക്ഷ നൽകുന്നു. HULന്റെ റിസൾട്ട് FMCG സെക്ടറിന് ക്ഷീണമാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.